പനീസ നിസക സകമ പമക മപനി പനീസ നിസക സ. ഈ ഒരു പാട്ട് ഞാൻ പാടാൻ വേണ്ടിയിട്ട് ഞാൻ പാടിയതല്ല കേട്ടോ. ഒരു കാര്യത്തിന് വേണ്ടി ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് പാടിയതാണ്. ഈ ഒരു സംഭവമില്ലേ, ഇത് ഒരു പാട്ടിൽ അല്ലേ, ഒരു പാട്ടിൻ്റെ ഹമ്മിങ്ങിൽ വരുന്നതല്ലേ ഇത്. ഈ ഒരു സംഭവം ഞാൻ പാട്ട് കേട്ടപ്പോൾ, ഈ പാട്ട് ആദ്യമായിട്ട് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രൈക്കായ ഒരു ഹമ്മിങ്. ഒരുപാട് പാട്ടുണ്ട് നമുക്ക്, പിന്നെ ഭയങ്കര അതെങ്ങനെയാണ് പാടുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇതെങ്ങനെ എനിക്ക് കൂടി ഇങ്ങനെ പാടാൻ പറ്റുമെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് സംഭവമുണ്ട്. ഇത് അതിലും അതൊക്കെ മേലെയുള്ള സംഭവമായിരുന്നു. ഇത് ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് പാടണമെന്നില്ല, ജസ്റ്റ് പറഞ്ഞാലും മതി, പറഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ അതുപോലെയെങ്കിലും എനിക്ക് ശരിക്കും ഒന്നൊരു ക്ലാരിറ്റി കിട്ടണേ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് എത്ര ദിവസം ഓർമ്മയില്ല, ഇത് മാത്രമേ മനസ്സിൽ ഇങ്ങനെ പറയൂ. അങ്ങനെ പറഞ്ഞിട്ട് എനിക്കതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് എനിക്ക് ജസ്റ്റ് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് ഏതെങ്കിലും ഒരു കാര്യം ശരിയാവാത്തൊരു കാര്യം ശരിയാവണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരുപാട് കാര്യം ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. അതിൽ ഇത് ഒരു മിഷനായിരുന്നു എൻ്റെ ഒരു സമയത്ത്. കുറച്ച് എപ്പോഴും എനിക്ക് ഓർമ്മയില്ല, കൊറോണ ഉള്ള സമയത്തായിരിക്കും. ആ സമയത്ത് നമ്മൾ എല്ലാവരും മിക്കവാറും യൂട്യൂബിൽ ഇങ്ങനെ ഓരോ പുതിയ വീഡിയോസ്, കോമഡീസ്, സിനിമ അതൊക്കെ കണ്ടിട്ടാണ് സമയമൊക്കെ ഇങ്ങനെ. പിന്നെ നമ്മൾ ആ ഒരു പ്രത്യേക സമയമായിരുന്നു അത്. ആ സമയത്തും തോന്നുന്നു എനിക്ക് ഇത് എന്താണെന്നറിയില്ല, ഇത് പാടിയേ തീരും. ഇതെനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഇത് എങ്ങനെ ഇത് ട്രിക്കെങ്കിലും ഒന്ന് മനസ്സിലായാൽ മതിയായിരുന്നെന്ന് വിചാരിച്ച് അവസാനം അറ്റ്ലീസ്റ്റ് ഇങ്ങനെ പറയാൻ പറ്റിയെന്ന് എനിക്കിപ്പോൾ ഭയങ്കര ഒരു കാര്യം എനിക്ക്. കാരണം എനിക്ക് അങ്ങനെ പറ്റില്ല എന്ന് ആദ്യം വിചാരിച്ചത്. എങ്ങനെ പറ്റുക, കാരണം അത്രയും ടഫ്. ഇത് ഒരു സാധനം പോലും പറയാൻ പറ്റുന്നില്ല. പിന്നെയല്ലേ ഇത് മൊത്തം. പിന്നെ ഞാൻ ശ്രമിച്ച് ഇതെങ്കിലും എനിക്ക് പറ്റിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എനിക്ക് അപ്പോഴെനിക്ക് മനസ്സിലായത് എന്ത് കാര്യവും എന്ത് കാര്യമൊന്നുമില്ല വിചാരിച്ച് വി ക്യാൻ മാനിഫെസ്റ്റ് എനിത്തിങ് മീൻസ് അത് എന്തും നമുക്ക് ചെയ്യാൻ സാധിക്കും, എന്തും ഉണ്ടാക്കാൻ സാധിക്കും, എന്ത് കാര്യം. കാരണം നമ്മുടെ പ്രപഞ്ചശക്തിയാണ് മൊത്തം. ആ പ്രപഞ്ചശക്തി എന്ന് വെച്ചാൽ പ്രപഞ്ചം മുഴുവനും നമ്മളെന്ന് വെച്ചാൽ യൂണിവേഴ്സ് മൊത്തം നമ്മൾ തന്നെയുണ്ട്. കാരണം സൂര്യശക്തിയാണ് സൂര്യനാണ് സകലയിടത്തുള്ളത്, മണ്ണിലുള്ളത്, വെള്ളത്തിൽ. അതും തന്നെയാണ് ആ നറിഷിങ് പവർ. ഒരു ചെടി ഉണ്ടാകുന്ന പൂവ്, അത് എല്ലാം അത് നമ്മൾ കഴിക്കുന്നത് അത് തന്നെ. അപ്പോൾ സൂര്യൻ്റെ നറിഷിങ് പവർ, ഈ ലോകം മൊത്തം ചലിപ്പിക്കുന്ന പവർ മൊത്തം സൂര്യശക്തിയിലുണ്ട്. അത് തന്നെയാണ് നമുക്ക് മൊത്തമായിട്ടുള്ളത്. പാടാനുള്ള കഴിവ്, ഡാൻസ്, എല്ലാ കാര്യവും ഓരോന്നും ഇൻ്റലിജൻസ് കംപ്ലീറ്റ്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. അതുമാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും സാധിക്കും. അതാ ഏറ്റവും വലിയ കാര്യം. നമുക്ക് ചെയ്യുന്നത് തന്നെ എല്ലാവരും അത്രയ്ക്കും സൂര്യശക്തിയുള്ള ഭയങ്കര സൺ പവറാണ്, പാക്കേജാണ്. അപ്പോൾ എല്ലാം യൂണിവേഴ്സൽ ഗ്രേറ്റ് പവറാണ് എല്ലാവരും. അപ്പം അപ്പോഴാണ് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് പിന്നെ ആ ഡിവൈൻ പവർ എല്ലാവരിലും, എല്ലാ ജീവിയിലും, ചെറിയ ജീവിയെന്നോ വലിയ ജീവിയെന്നോ, ചെറിയ വസ്തുവെന്നോ വലിയ വസ്തു ഒന്നുമില്ല. അത്രയ്ക്കും ഭയങ്കര അത്ഭുതങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. ഓരോ കാര്യം നമുക്ക് ഇത്രയ്ക്കും ഭയങ്കരമാണ്, അത്ഭുതമാണ്. ഓരോ നമ്മൾ ചിന്ത ആദ്യം മനസ്സിൽ വരണം. അപ്പോഴാണ് ശരിക്കും അറിവ്, നമുക്ക് പിന്നെ അറിവിൻ്റെ വികസനം നടക്കുന്നതാണ് മനസ്സിൽ. ലേണിംഗ് ഈസ് എ ഗ്രേറ്റ് ജേർണി. ലേണിംഗ് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു എൻഡ് because nature can't stop teaching us. പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. കാരണം പ്രപഞ്ചം ഒരിക്കലും നമ്മളെ പഠിപ്പിക്കുന്നത് നിർത്താൻ കഴിയില്ല. ഓരോന്നിങ്ങനെ ആലോചിച്ചാൽ മാത്രമേ പഠിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റൂ. ശ്രദ്ധ വരണം. അപ്പോഴും മാത്രമേ ഇങ്ങനെയുള്ള സാധനമോ ഇങ്ങനെയൊരു അത്ഭുതം ഉണ്ടോ നമ്മൾ ചിന്ത വരും. അപ്പോൾ ചിന്തയെ ഉണർത്തണമെങ്കിൽ നമ്മൾ ഓരോ ചെറിയ കാര്യത്തിലും ചെറിയ ഓരോ ശ്രദ്ധ വേണം, ഒബ്സർവ് ചെയ്യണം ഓരോ കാര്യം. കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾ തന്നെ ഉണ്ടല്ലോ ഇത്രയും ഭയങ്കര ശക്തിയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോഴുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയാം, നമുക്ക് ഉള്ളിലുണ്ടാകുന്ന തിരിച്ചറിവ്.
അപ്പോഴാണ് നമുക്ക് ഈ കോൺഫിഡൻസ്, ആത്മധൈര്യം വരുന്നത്. അപ്പോഴാണ് അങ്ങനെയൊരു ശക്തി ഉള്ളിലുണ്ട് നമുക്ക്. വി ആർ ഹൈ പവർ, വി ആർ ദ സ്റ്റാർ മേക്കർ ഓഫ് അവർ ഓൺ സെൽഫ്. അപ്പം നമുക്ക് തോന്നുന്നു എല്ലാവരും, നമ്മൾ മാത്രമല്ല, അതാണ്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയാണെന്ന് മനസ്സിലാകുമ്പോഴാണ് നമ്മളുള്ള അഹംഭാവവും ഈഗോയിസ്റ്റിക് മൈൻഡ് സെറ്റ് അത് കംപ്ലീറ്റ് മാറിപ്പോകുന്നു. അപ്പോഴാണ് നമ്മളെല്ലാവരെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ ആരംഭിക്കുന്നത് പൂർണ്ണമായിട്ടും. അൾട്ടിമേറ്റ്ലി വി സ്റ്റാർട്ട് ടു ലവ് എവറിബഡി. ലവ് മീൻസ് ദ സ്റ്റാർട്ട് ടു റെസ്പെക്ട് ദ ഡിവൈൻ പവർ ഇൻസൈഡ് ഓഫ് എവറിബഡി, റൈറ്റ്? അപ്പോൾ അതാണ് അതിൻ്റെ ഞാനൊന്ന് പറയാൻ കാരണം. പെട്ടെന്ന് ഞാൻ പാട്ടും തുടങ്ങിയതാണ്, പക്ഷേ അത് അവസാനിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കാര്യത്തിലാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്, ചെറിയ ചെറിയ കാര്യം നമുക്ക് പറയാം. അപ്പം എനിക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ വെച്ചിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം. ഓക്കെ, നമുക്ക് പിന്നെയും കാണാം, വീണ്ടും കാണാം. ടേക്ക് കെയർ, ഹാവ് എ ഗ്രേറ്റ് ടൈം.